കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും എന്റെ വന്ദനത്തെയും ഈ രാത്രിയിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ചർച്ചിൽ ഉപവാസവും പ്രാർത്ഥനയും ഞായറാഴ്ച മുതൽ തുടങ്ങി. ഞാൻ ചർച്ചയിൽ നിന്ന് ഓടി വരികയായിരുന്നു. ജോൺസി ചേച്ചിയോട് ഒരു വാക്ക് കൊടുത്തത് കൊണ്ട് മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ പോകുന്നു. മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ പോരുന്ന ഒരാളല്ല ഞാൻ, പക്ഷെ ഇച്ചിരി മാറിയാണ് ഞാൻ താമസിക്കുന്നത്, ബാംഗ്ലൂരിൽ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ നാട് കോട്ടയം ജില്ലയിൽ കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാനം എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് കഴിഞ്ഞ ദിവസം ജോൺസി ചേച്ചി പറഞ്ഞു ഈ മീറ്റിങ്ങിൽ കയറണം, പ്രസംഗിക്കണം. എന്നോടല്ല, എൻ്റെ ഭാര്യയോടാ പറഞ്ഞത്. അപ്പൊ ഇത് സഭയുടെ മീറ്റിംഗ് ആണോന്നോ ലേഡീസ് പ്രെയർ ആണോന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാനൊന്നും ചോദിച്ചുമില്ല. അപ്പൊ ഞാന് ദൈവകൃപയിൽ ആശ്രയിച്ച് വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന് ശേഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ചർച്ച് ബാംഗ്ലൂർ ബദേലേജി ചർച്ചാണ്. അവിടുത്തെ മലയാളത്തിലെ ശുശ്രൂഷകനായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അയക്കുന്നിടത്തൊക്കെ പോയി കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തരുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എനിക്ക് അധികം മുഖപരിചയമുള്ള ആരെയും ഞാൻ കാണുന്നില്ല. ആകെ പരിചയമുള്ളത് ജോൺ ചേച്ചിയെ മാത്രമാണ്. സ്തോത്രം. നമുക്കൊക്കെ പരിചയം കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് നമ്മളെ നടത്തി, ഇത്രത്തോളം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും വായിച്ചു തരണം. അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിലിരിക്കും. അല്പമായ അസ്വസ്ഥതകൾ ശരീരത്തിനുള്ളത് കൊണ്ട് വേഗത്തിലിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചു തന്നാൽ അത് അനുഗ്രഹമായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചാൽ. സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പേ. ഈ രാത്രിയില് അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ, തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിലായിരുന്നപ്പോൾ, തന്റെ സ്വന്തം വായ്മൊഴിയാൽ പ്രാധാന്യമില്ലാത്ത, അറിയപ്പെടാത്ത, പേരറിയപ്പെടാത്ത 70 ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞ ഒരു വേദഭാഗമാണ് ഈ രാത്രിയിൽ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. എന്നാൽ അതിനു മുമ്പ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് അറിയിക്കുന്ന ചില ആലോചനകൾ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. ഈ വചനം ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തന്നെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് അസാധാരണമായ ദൈവപ്രവൃത്തി ഈ രാത്രി നടക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ എന്നോട് പറയാൻ പറയുന്നു. ഇന്ന് രാത്രി ധൈര്യത്തോടെ ഏറ്റെടുത്തു. നിന്നെ പൂട്ടിക്കളയുന്ന, നിന്നെ ഒതുക്കിക്കളയുന്ന ചില ശക്തികളുടെ മേൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ കരം നിനക്കനുകൂലമായിട്ട് ചലിച്ചു തുടങ്ങുന്ന ഒരു രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. ഒരു സൈഡിൽ നിന്ന് നിന്നെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന പന്നപ്പിശാച്, അക്കരെ എത്തിക്കത്തില്ലെന്ന് വാദിക്കുന്ന പന്നപ്പിശാച്, നിന്റെ സ്ഥിതിഗതികളെ തകർത്തു കളയുന്ന പന്നപ്പിശാച്, നിന്നെ മുന്നോട്ട് വിടാതിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രിയിൽ എന്നേക്കുമായിട്ട് തകരുന്ന രാത്രിയാണെന്ന് അത് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേരത് സ്വീകരിക്കാൻ റെഡിയാകും. ഇന്ന് രാത്രി നിന്റെ പ്രശ്നമല്ല, നിന്റെ പ്രതികൂലമല്ല ഇവിടുത്തെ പ്രശ്നം, നിന്റെ വ്യാധികളല്ല ഇവിടുത്തെ പ്രശ്നം, നിന്നെ തകർക്കാൻ നിൽക്കുന്ന ശക്തിയല്ല ഇവിടുത്തെ പ്രശ്നം. ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നം ദൈവ ശബ്ദമാ. ഈ രാത്രി ഈ സൂമിലൂടെ എന്നെ ശ്രദ്ധിക്കുമ്പോൾ, ഇന്ന് രാത്രി ഈ കാതുകളിൽ, നിന്റെ കാതുകളിൽ ഈ ശബ്ദം വന്ന് പതിക്കുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ് ആമേൻ പറഞ്ഞു തുടങ്ങ്. നിന്നെ തകർക്കുന്ന ശക്തികളെ ഈ രാത്രി സ്വർഗം തച്ചുടച്ച് കളയുന്ന ഒരു രാത്രിയാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ.
ഈ രാത്രിയിലെ അല്പനേരത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ സബ്ജക്റ്റ് സെലക്ഷൻ എന്നുള്ളതാ. സെലക്ഷൻ. ഞാൻ വളരെ സാവധാനമേ ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടിയിരിക്കണം. സെലക്ഷൻ എന്നുള്ളതാണ് ഈ രാത്രിയിലെ നമ്മുടെ ചിന്താ വിഷയം. സെലക്ഷൻ, മലയാളത്തിൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയും. തിരഞ്ഞെടുപ്പ്. അതാണ് എന്റെ പ്രാർത്ഥന, എന്റെ പ്രസംഗത്തിന്റെ വിഷയം. അനേകയിടങ്ങളിൽ ഞാനിത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പവർവിഷനകത്തൊക്കെ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങളെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇന്നലെയാണ് ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന, ഞങ്ങളുടെ 21 ദിവസം ആനുവൽ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങിയത്. ഇന്ന് മുതൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ എല്ലാ വർഷവും കുടുംബമായിട്ട് പൂർണ്ണമായിട്ട് ഉപവാസത്തിലായിരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ദൂത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ്, സെലക്ഷനെ കുറിച്ച്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. സ്തോത്രം. ഞാന് ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ പറയാം. ഞാൻ ഈ ഇരിക്കുന്നതിന്റെ പുറകില് ഭിത്തിക്കപ്പുറേ ഒരു വലിയ തേനീച്ചക്കൂട് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. വലിയൊരു തേനീച്ചക്കൂട്. ഇല്ലേ, നമ്മുടെ കേരളത്തിൽ അത്ര വലുത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇന്ന് ചുമ്മാതെ ഇവിടെ ഇരുന്നപ്പോ ഞാൻ ചുമ്മാതെ ആ സൈഡ് വഴി ഒന്ന് പോയി, എന്റെ വീടിന്റെ സൈഡ് വഴി. അപ്പൊ ഒരു 2-3 തേനീച്ച എന്നെ ആക്രമിച്ച്. അപ്പൊ അതിന്റെ അസ്വസ്ഥതയിലും കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ ഈ സൈഡ് നോക്കിയാൽ അറിയാം. അപ്പൊ അതാണ് ഞാൻ ശബ്ദത്തിന് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വേദന, കട്ട് കഴിക്കുന്ന വേദനയാണ്. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം എനിക്ക് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഈ എന്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ അതിനകത്തുനിന്ന് എനിക്ക് കഴിവുള്ളതുപോലെ കർത്താവ് തന്ന ആലോചന നിങ്ങളോട് പറയാം. നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം സെലക്ഷൻ എന്നുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു 70 പേരെ യേശു ക്രിസ്തു തെരഞ്ഞെടുത്തു. തനിക്ക് 12 പ്രധാനപ്പെട്ട ശിഷ്യന്മാരുള്ളപ്പോ തന്റെ കൂടെ നടക്കാനും തന്റെ കൂടെ എപ്പോഴും വസിക്കുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും ശുശ്രൂഷകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും താൻ ചെയ്യുന്ന ശുശ്രൂഷകളും അത്ഭുതങ്ങൾ നേരിട്ട് കാണുവാനും എപ്പോഴും കൂടെ നടക്കുവാൻ ഒരു 12 പേരുള്ളപ്പോൾ തന്നെ യേശു ക്രിസ്തു അതിനിടയ്ക്ക് കയറി ഒരു 70 പേരെ തെരഞ്ഞെടുത്ത ചരിത്രമായി ഈ രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. 70 പേരെ തെരഞ്ഞെടുത്തു. അവരുടെ പേര് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ ആരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമില്ല. 12 പേരുടെ പേര് പലർക്കും കാണാതറിയാം. പക്ഷെ ഈ 70 ഒരെണ്ണത്തെ പോലും നമുക്കറിയത്തില്ല. ഒരെണ്ണത്തിന്റെ പേര് പോലും നമുക്കറിയത്തില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ യേശുപ്പച്ചൻ ഈ 12 ഉള്ളപ്പോൾ 70 തെരഞ്ഞെടുത്തു? വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ 12 ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. എന്താ അഭിപ്രായ വ്യത്യാസം? അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, ഞങ്ങളിൽ ആരാ വലുത്? നമ്മളിൽ ആരാ വലുത്? നമ്മളിൽ ആർക്കാണ് പ്രാധാന്യമുള്ളത്? നമ്മളിൽ ആരാ വലുത്? ആ ചിന്ത അവരിലോട്ട് കയറി വന്നപ്പോൾ തന്നെ യേശുപ്പച്ചൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ വലുത് കളിച്ച് ആള് കളിച്ച് നിങ്ങൾ അവിടെ ഇരുന്നു. പ്രാധാന്യത ഇല്ലാത്ത ഒരു 70 ഞാൻ തെരഞ്ഞെടുക്കുക. അവരുടെ പേര് വെളിയിൽ വരത്തില്ല, പക്ഷെ ശുശ്രൂഷ അതിഭയങ്കരമായിരിക്കും. ഈ രാത്രി നിങ്ങളെ നോക്കി, ചില സഹോദരിമാരെ നോക്കി, ഗ്രൂപ്പിനെ നോക്കി പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുക, തെരഞ്ഞെടുക്കപ്പെട്ടതും പേരുള്ളതും പ്രാധാന്യതയുള്ളതും പരാജയപ്പെട്ടിടത്ത് പേരില്ലാത്ത, പ്രസക്തി ഇല്ലാത്ത, ആരും അറിയപ്പെടാത്ത എന്നെ നിന്നെ സ്വർഗം തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം. അതിനാണ് ഈ മെസ്സേജ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളിലേക്ക് കൈമാറുന്നത്. പ്രാധാന്യത ഇല്ലാത്ത ചിലതിന് ഈ രാത്രി സ്വർഗം തെരഞ്ഞെടുക്കുക. അവരിലേക്ക് അസാധാരണമായ ദൈവപ്രവൃത്തി ഈ രാത്രി നടക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചു തുടങ്ങണം. ആൺപെൺ വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, നിന്റെ ക്വാളിറ്റി നോക്കാതെ, ക്വാണ്ടിറ്റി നോക്കാതെ, നീ എവിടുന്ന് വന്നു എന്ന് നോക്കാതെ, നീ ആരുടെ കുടുംബത്തിലെയാണെന്ന് നോക്കാതെ സ്വർഗം നിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു മെസ്സേജ് ഈ രാത്രി നിങ്ങളുമായിട്ട് ഞാൻ കൈമാറുന്നത്. ഈ രാത്രി പറയാവോ, കർത്താവ്, പലതും പരാജയപ്പെട്ടിടത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഈ രാത്രി എത്ര പേർ പറയാൻ തയ്യാറാണ്? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില വ്യക്തികളിലേക്ക്
ഈ രാത്രി ദൂതിന്റെ ശക്തി അതേ അധികാരത്തിൽ വ്യാപരിക്കുന്ന രാത്രിയാണെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി എത്ര പേര് ആ കരമെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് പറയും, കർത്താവേ, ഈ ദൂത് ഞാൻ സ്വീകരിക്കുക, ഇത് എന്നോടുള്ള ദൂതാണെന്ന് ഈ രാത്രി എത്ര പേർ പറയാൻ ഇന്ന് രാത്രി ഇടയാകും? ഇന്ന് രാത്രി നിന്നെ ഒരു സൈഡിൽ നിന്ന് ശുശ്രൂഷ മണ്ഡലത്തിൽ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന ആ വെല്ലുവിളികളും വാദഗതികളും ഈ രാത്രി തകർന്നു മാറുക. ഇന്ന് രാത്രി നിന്റെ പേര് പുറത്തു വരാനല്ല, നിന്റെ നാമം പുറത്തു വരാനല്ല, നിന്നെ ഉപയോഗിക്കുന്ന യേശുവിന്റെ പേര് ഇന്നിനുന്നിലൂടെ വെളിയിൽ വരുവാൻ ഈ രാത്രി സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോവുക. ഈ ദൂത് മനസ്സിലാകുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. 70 പേര് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു കാരണം, എന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്, അച്ചാച്ചന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അച്ചാച്ചന്മാരുടെ ഇടയിൽ വന്ന വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളും പലതിനെ പിടിച്ച് ശുശ്രൂഷയിൽ നിർത്തിയെങ്കിൽ ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, നാളുകളായിട്ട് കാത്തിരിക്കുന്ന ശുശ്രൂഷയുടെ ഓപ്പണിങ് ഈ രാത്രി നിന്റെ കുടുംബത്തിലും നിന്നിലും വെളിപ്പെടാൻ പോവുക. ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. നാളുകളായിട്ട് കാത്തിരിക്കുന്ന ശുശ്രൂഷയുടെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനകത്തേക്ക് വ്യാപരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഇന്ന് രാത്രി നീ ആരാന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്നുള്ളതല്ല ഈ രാത്രിയിലെ പ്രശ്നം. ഇന്ന് രാത്രി ഒന്ന് പറയാമോ, സമർപ്പിക്കാമോ? നാഥനെ ഈ രാത്രി ഞാൻ സമർപ്പിക്കുക, നാഥനെ ഈ രാത്രി എന്നെ തന്നെ വിട്ടുതരിക, എന്നെ അപ്പച്ചന് ഇഷ്ടമുള്ളതുപോലെ പണിയാം, എന്നെ അപ്പച്ചന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം. ഇന്ന് രാത്രി ആ തീയുടെ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുമ്പോ എത്ര പേരത് സ്വീകരിക്കാൻ തയ്യാറാകും? അപ്പം ഒട്ടും പ്രാധാന്യതയില്ലാത്ത ഒരു ഗ്രൂപ്പിനെ സ്വർഗം സെലക്ട് ചെയ്യും. മനസ്സിലാക്കണം, ഒട്ടും പ്രാധാന്യതയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 70 പേരെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. ചില ട്രാൻസ്ലേഷനകത്ത് 72 പേരെന്നുണ്ട്. 72 പേര്. 70 ആയാലും 72 ആയാലും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ 70 എണ്ണത്തിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ അറിയാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വ്യക്തി അറിയാവോ? ഇന്നടത്ത് വന്നു നിന്നെന്നോ അല്ല ഇന്നടത്തൂടെ പോയെന്നോ ഇന്നടത്തെ ഇന്നാരാണെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, അവരെ ആ സ്വർഗം സെലക്ട് ചെയ്തത് ഒരു രാജ്യത്തെ പിടിച്ചടക്കാൻ, യേശു താൻ പോകാനിരിക്കുന്ന പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തനിക്ക് മുമ്പ് ചെല്ലുവാൻ നിയോഗത്തോടെ എഴുന്നേൽപ്പിച്ചു വെച്ച ഒരു കൂട്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പേരല്ല വലുത്, പ്രസക്തിയല്ല വലുത്, നീ വഹിക്കുന്ന നാമമാ വലുത്. ഇന്ന് രാത്രി സ്വർഗം പറയുക, ചില കുടുംബങ്ങൾക്കകത്തേക്ക് കയറുവാൻ, ചില പട്ടണങ്ങളെ തിരിക്കുവാൻ, ചില ദുരാത്മാവ് പിടിച്ചതിനെ കരയ്ക്ക് കൊണ്ടുവരാൻ ഇന്ന് രാത്രി ചിലതിനെ സ്വർഗം ഉപയോഗിക്കുന്ന രാത്രിയാ. വേണ്ടവരത് സ്വീകരിച്ചു തുടങ്ങേ. സ്തോത്രം. ഹല്ലേലൂയ. ആരാ ഈ 70 പേര്? ആരാ ഈ 70 പേര്? ചുരുക്കി ഞാൻ പറയാം, യേശുവിനെ തെരഞ്ഞെടുത്തത് താൻ പോകാനിരിക്കുന്ന ഗ്രാമങ്ങളിൽ തനിക്ക് മുമ്പ് ഈ രണ്ടായിട്ട് പോകാനും, അർത്ഥം യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാൻ, യേശുവിന്റെ വരവിനെ ഒരു സൈൻ ബോർഡായിട്ട് നിൽക്കാൻ ഇവരെ സ്വർഗം തെരഞ്ഞെടുത്തു. എന്നാൽ എന്റെ ഭാഷ പറഞ്ഞ ആരെ തെരഞ്ഞെടുത്തത്? മലയാള ഭാഷയിൽ പറയാം, ഒട്ടും പ്രസക്തിയില്ലാത്ത, ആരും അംഗീകരിക്കാത്ത, ആർക്കും അറിയാൻ വയ്യാത്ത, ആ എവിടുന്നാ വന്നതെന്ന് പോലും ചോദിക്കാൻ പാടില്ലാത്ത, ശുശ്രൂഷയുടെ പാരമ്പര്യം പറയാനില്ലാത്ത ചില വ്യക്തികളെ സ്വർഗം തെരഞ്ഞെടുത്തെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയാ, ഈ രാത്രി നിന്റെ പ്രായം കർത്താവ് നോക്കത്തില്ല, നിന്റെ വിദ്യാഭ്യാസം കർത്താവ് നോക്കത്തില്ല, നിന്റെ പാരമ്പര്യം കർത്താവ് നോക്കത്തില്ല, നീ എവിടുന്നാ വന്നെന്ന് കർത്താവ് നോക്കത്തില്ല. അഗാധമായിട്ടുള്ള സമർപ്പണത്തിന് മുമ്പിൽ ഈ രാത്രി സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ പോവുക. സ്തോത്രം. ഈ 70 പേരാന്ന് ആരാന്ന് പറയാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ, എന്റെ നാട് കാനം എന്ന് പറയുന്ന സ്വദേശമാണെന്ന് ഞാൻ പറഞ്ഞു, കോട്ടയം ജില്ലയിൽ കാനം. അവിടെ എന്റെ നാട്. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഓടിയതും സെമിനാരി പഠിച്ചതും എല്ലാം കോട്ടയത്താണ്.
കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലാണ് എൻ്റെ വിദ്യാഭ്യാസം. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയിലായിരുന്നു ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്, കേരളത്തിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ AG ചർച്ചിലായത്. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിലെ നാട്ടിലെ ഈ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇന്നും കൺവെൻഷൻ ഉണ്ട്, അന്നും കൺവെൻഷൻ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കൺവെൻഷനും അന്നത്തെ കൺവെൻഷനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അന്നത്തെ കൺവെൻഷന് പാപികൾ കൂട്ടത്തോടെ മാനസാന്തരപ്പെടും. ഒരു കൺവെൻഷനൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ചർച്ചിൽ സ്നാനം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നെ പാരമ്പര്യമുള്ള വിശ്വാസികളായ അമ്മാമ്മമാരിങ്ങനെ തുറിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു. അന്നത്തെ കൺവെൻഷന് കഴിയുമ്പോൾ ഒത്തിരി പേര് സ്നാനപ്പെടും, അർത്ഥം രക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ കൺവെൻഷനുകൾ പ്രസ്ഥാനത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് ഈ വെടിക്കെട്ട് കണക്കുന്നത് പോലെ പൊട്ടിച്ചു കളയാൻ ഉപയോഗിക്കും. അപ്പൊ അന്നത്തെ കാലത്ത് ഈ കൺവെൻഷൻ 1 മാസം മുമ്പ് ഈ പാസ്റ്റപ്പച്ചൻ ഞങ്ങളെ ചർച്ചിലോട്ട് വിളിക്കും. പാസ്റ്റപ്പച്ചൻ, ഞങ്ങൾ കുഞ്ഞായിരുന്നു. അപ്പൊ സന്ധ്യയാകുമ്പോൾ ചർച്ചിൽ ചെല്ലണം. ചർച്ചിലോട്ട് ചെല്ലുന്ന സമയത്ത് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, 1 കിലോ മൈദാമാവ് മേടിച്ചോണ്ട് വരാം. 1 കിലോ മൈദാമാവ്. അന്ന് അതിനെ മൈദാമാവ് എന്നല്ല അറിയപ്പെടുന്നത്, അമേരിക്കൻ മാവാണ്. അമേരിക്കൻ മാവ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പുള്ളിക്ക് ഇതിന് മാത്രം പ്രായമുണ്ട്, പ്രായമൊക്കെ ഉണ്ട്. സ്തോത്രം. ഇതിന് മാത്രം പ്രായമുണ്ട്. ഒത്തിരി പഴയ ദൈവദാസന്മാരെ കാണുവാനും അവരുടെ അനുഭവങ്ങൾ അറിയുവാനും അവരോട് കൂടെ നടക്കുവാനൊക്കെ കർത്താവ് ഭാഗ്യം തന്നു. അപ്പൊ ഈ മൈദാമാവ് മേടിച്ചോണ്ട് പാഴ്സണേജിലോട്ട് ചെല്ലുമ്പോ ആരെ 70 എന്നായി പറഞ്ഞു വരുന്നത്, അല്ലാതെ മൈദാമാവിന്റെ കഥയല്ല. ഇത് മനസ്സിൽ കയറണം. എന്നാലേ ഈ 70 ആരാന്ന് മനസ്സിലാകത്തുള്ളൂ, നീ ആരാന്ന് മനസ്സിലാകത്തുള്ളൂ, നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താന്ന് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. സന്ധ്യ ആകുമ്പോ അവിടെ ചെല്ലുമ്പോ ഈ മൈദാമാവ് ഒരു പെയിന്റ് ബക്കറ്റിനകത്ത് വല്ലതും ഇട്ടുകൊണ്ട് ചെല്ലുമ്പോ പാസ്റ്റാൻഡി നല്ല തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു തരും. എന്നിട്ട് ഈ വട്ടക്കമ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വട്ടയുടെ കമ്പ്. ഇതിട്ട് ഇളക്കണം. ഇതിട്ട് ഇളക്കുമ്പോ ഇത് പശയായിട്ട് മാറും. ഇത് പശയായി കഴിയുമ്പോൾ അപ്പച്ചനെ ഒരു കെട്ട് നോട്ടീസ് എടുത്തുണ്ട്. ഇന്നത്തെ പോലെ കളറുള്ള നോട്ടീസ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോട്ടീസ്. അച്ച് നിരത്തുക എന്ന് മലയാളത്തിൽ പറഞ്ഞു. ഈ അച്ചടിച്ച സാധനം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ഉള്ള കവലയ്ക്കും പോസ്റ്റയിലും മതിലേലും എല്ലാം ഇത് രാത്രി ഒട്ടിക്കണം. കൺവെൻഷൻ നോട്ടീസ് ഓർഡർ ഇത് മൊത്തം ഒട്ടിച്ചു തീർന്നിട്ട് പാഴ്സണേജ് വരാൻ പറ്റുന്നു. മൊത്തം ഒട്ടിച്ചു തീർന്ന് വരുമ്പോ അന്നത്തെ കാലത്തെ ആഹാരം ഞങ്ങൾക്ക് തരും. അപ്പൊ ഇതെങ്ങനെയാലും ഒട്ടിച്ചു തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഒട്ടിച്ചു തീർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തലതിരിഞ്ഞു പോകും. അവസാനം കൺവെൻഷന് 3 ദിവസം മുമ്പ് ഒരുക്കപ്പെട്ട കപ്പക്കാലയോ ഒരുക്കപ്പെട്ട റബ്ബർ തോട്ടോ ക്ലീൻ ആക്കേണ്ടത് ഞങ്ങളുടെ ചുമതല. അത് ഞങ്ങൾ ക്ലീൻ ആക്കും. അന്നത്തെ ട്യൂബ്ലൈറ്റ് ഒക്കെ വെച്ച് കെട്ടും. ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഞാൻ അങ്ങ് വിചാരിക്കാന്നിരിക്കട്ടെ, ഇത്രയും കൺവെൻഷന് വേണ്ടി ഓടിയ ആള് ഞാനാ, അല്ല എന്റെ കൂട്ടുകാരാ. എന്നാൽ ഇന്ന് രാത്രി ഞാനൊന്ന് പ്രസംഗിച്ചേക്കാവുന്ന ഓർത്ത് ഒരു കറുത്ത പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഒക്കെ എടുത്തിട്ട് പ്രസംഗിക്കുന്ന സമയമാകുമ്പോൾ ബൈബിളും പിടിച്ചോണ്ട് സ്റ്റേജിൽ ചെന്ന് നിന്ന് ഈ പറഞ്ഞ പാസ്റ്റപ്പച്ചൻ ഒറ്റ ആട്ടാട്ടും. കാരണം ഞാനല്ല പ്രസംഗിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ എനിക്കവിടെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞതുപോലെ യാതൊരു പ്രസക്തിയും ഇല്ലാതിരുന്ന അമേരിക്കൻ മാവും വട്ടക്കമ്പും എടുത്തോണ്ടിരുന്ന ചിലതിനെയാ അന്ന് പകലി സ്വർഗം സെലക്ട് ചെയ്തതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുക, നീ തകർക്കപ്പെട്ടവനാണെങ്കിലും, നീ ഉടഞ്ഞവളാണെങ്കിലും, നീ അവഗണിക്കപ്പെട്ടവളാണെങ്കിലും, നീ നിന്ദിക്കപ്പെട്ടവളാണെങ്കിലും സ്വർഗം നിന്നെ ആ 70-നകത്തേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കണ്ട സ്വർഗം നിന്നെ സെലക്ട് ചെയ്യും. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നാളുകളായിട്ട് കാത്തിരിക്കുന്ന നിന്റെ കാത്തിരിപ്പിന്റെ വിരാമം ഈ രാത്രിയിലെ മീറ്റിങ്ങിലൂടെ നിന്നിലേക്ക് വെളിപ്പെട്ട് വരികയാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഒരു ആലോചന പറയുക. ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, നാളുകളായിട്ട് കാത്തിരിക്കുന്ന കാത്തിരിപ്പിന്റെ
വിരാമങ്ങൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വന്നു കയറുന്ന രാത്രിയാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുക. എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന് നിന്റെ ചിന്തയാ, അത് നീ വിട്ടുകള. എങ്ങനെ ഞാൻ പ്രയോജനപ്പെടണമെന്ന് അത് നിന്റെ ചിന്തയാ, അത് നീ വിട്ടുകള. എങ്ങനെയാ ഞാൻ യേശുവിനെ ഉയർത്തേണ്ടതെന്ന് അത് നിന്റെ ചിന്തയാ, അത് നീ വിട്ടുകള. ഇന്ന് രാത്രി സമർപ്പിച്ചാൽ നിന്നെ എന്റെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. സ്തോത്രം. ശുഭന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനോട്, ഈ റൂമുകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലതിനോട്, നിന്റെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമെന്നല്ല സ്വർഗം പറയുന്നത്. നിനക്കൊരു വീട് കിട്ടുമെന്നല്ല സ്വർഗം പറയുന്നത്. നിനക്ക് 2 കാറ് തരാമെന്നല്ല സ്വർഗം പറയുന്നത്. നിന്റെ രോഗം മാറാവുന്നല്ല സ്വർഗം പറയുന്നത്. ഈ രാത്രി സ്വർഗം പറയുന്നു, നിന്നെ സെലക്ട് ചെയ്യുന്ന രാത്രിയാ, നിന്റെ കരം പിടിക്കുന്ന രാത്രിയാ, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. അസാധാരണ ഉണർവ് നിന്നിലേക്ക് വ്യാപരിക്കുന്ന ഒരു രാത്രിയാ ഈ രാത്രി. ഈ രാത്രി സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകും? ഈ രാത്രി എത്ര പേർ അതിനു വേണ്ടി സമർപ്പിക്കും എന്ന് പറഞ്ഞേ. ഈ രാത്രി നിന്നെ സ്വർഗം സെലക്ട് ചെയ്ത് കയറ്റിവെക്കുന്ന രാത്രിയാ. ആ റൂമിലുള്ള ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സിനി കുര്യൻ എന്നെഴുതിയിരിക്കുന്ന റൂമിനോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയാൻ പറയുന്നു, പ്രവചിക്കാൻ പറയുന്നു. ഈ രാത്രി അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ സ്വർഗം സെലക്ട് ചെയ്യുന്ന രാത്രിയാ. ധൈര്യത്തോടെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. ഈ രാത്രി നിന്റെ വിഷയം അവിടോട്ടങ്ങ് മാറ്റിവെക്ക്. നിന്റെ വിഷയം എടുത്ത് പുറകോട്ട് കള. സ്വർഗം പറയുന്നു, ഒരു അന്ത്യകാലഘട്ട ഉണർവ് വെളിപ്പെടുന്ന ടൈമായും ഇത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അവസാനത്തെ ഒരു എൻഡ് ടൈം ഉണർവിന് വേണ്ടി സ്വർഗം നിന്നെ സെലക്ട് ചെയ്യുന്ന ഒരു രാത്രിയെ ഈ രാത്രി. എന്താന്ന് നീ ചോദിക്കരുത്, എങ്ങനത്തെ ശുശ്രൂഷയാണെന്ന് നീ ചോദിക്കരുത്. ഈ രാത്രി സമർപ്പണത്തോടെ മുന്നോട്ട് വന്നാൽ ഇന്ന് രാത്രി സ്വർഗം നിന്റെ കരത്തിന് പിടിക്കുന്ന രാത്രിയാണ്. ആമേൻ പറയാമോ? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒന്ന് പറയാമോ? കർത്താവേ, ഈ രാത്രി എന്നെ ഉപയോഗിക്കണമേ. സ്തോത്രം. എല്ലാവർക്കും ഇഷ്ടം സ്റ്റേജൊക്കെ ഓടി നടക്കാനാ, എല്ലാവർക്കും ഇഷ്ടം അത്ഭുതം ചെയ്യാനാ, എല്ലാവർക്കും ഇഷ്ടം വീര്യപ്രവൃത്തി ചെയ്യാനാ, എല്ലാവർക്കും ഇഷ്ടം പേര് വിളിച്ചു പറയാനാ, എല്ലാവർക്കും ഇഷ്ടം തൊടുമ്പോ തെറിച്ചു പോകുന്നത് കാണാനാ. എന്റെ ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം പറയാ. ഈ 70 എണ്ണത്തിന്റെ പേര് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ അടുത്തത് ഞാൻ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരിൽ വെളിപ്പെട്ട ശുശ്രൂഷ, ആ തേജസ്സിന്റെ അഭിഷേകം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാമോ? നമുക്കെല്ലാവർക്കും, ഞാൻ കുറ്റം പറയല്ലേ, കുറ്റം പറയാൻ വന്നിരിക്കുകയല്ല. കുറ്റം പറഞ്ഞ ജോൺസി ചേച്ചി ചിലപ്പോ എന്നെ വഴക്ക് പറയും. സ്വത്രം. കുറ്റം പറയാൻ വന്നിരിക്കുകയല്ല. നമുക്ക് എല്ലാവർക്കും ഈ 12-നകത്ത് പെടാനാ. ഞാനാരാ? പീറ്ററാ? ഞാനാരാ? യോഹന്നാനാ? ഞാനാരാ? പത്രോസാ? സ്വത്രം. ചുമ്മാതെ ദൈവമക്കളെ, ആ 12 അങ്ങോട്ട് മാറ്റിവെക്കാൻ ഇന്ന് രാത്രി തീരുമാനിക്കേണ്ടത് എന്നെ 70-നകത്തോട്ട് ഒന്ന് സെലക്ട് ചെയ്യണമേ അപ്പാ എന്നൊന്ന് പറഞ്ഞാൽ നിന്റെ പേര് പിന്നെ പൊങ്ങണ്ട വരത്തില്ല. സ്തോത്രം. നീ ആരാന്നുള്ള ചോദ്യവും വരത്തില്ല. നിന്റെ പ്രസക്തി അല്ല അവിടുത്തെ പ്രസക്തി. യേശുവിനെ ഉയർത്തുക, യേശുവിന്റെ നാമം ഉയർത്തുക. നീ ചെല്ലുന്നിടത്ത് യേശുവിനെ ഉയർത്തുന്ന അസാധാരണ ശുശ്രൂഷയുടെ പടവുകൾ നിന്നിൽ വെളിപ്പെടുമെന്ന് ശ്രദ്ധിച്ചു. യേശു ഇവരെ സെലക്ട് ചെയ്തു. യേശു അപ്പച്ചൻ 70 പേരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ പറഞ്ഞയച്ചു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി വാക്യത്തിലോട്ട്, ആ ഭാഗത്തിലോട്ട് കയറാൻ പോവാം. ഈ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. മൈൻഡ് വേറെ രീതിയിലോട്ട് പോകരുത്. നിങ്ങളൊക്കെ വീടുകളിലായിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളൊക്കെ വീടുകളിലായിരിക്കുന്നത്. അതുകൊണ്ട് പല ചിന്തകൾ വരാം. കറണ്ട് പോകാം, അപ്പുറം ഇപ്പുറം ഒത്തിരി പ്രശ്നങ്ങൾ കാണാം. അതൊന്നും ശ്രദ്ധിക്കരുത്. ഇന്ന് രാത്രിയിലെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് കാണണം. എന്തേലുമൊക്കെ തലയിലോട്ട് കയറണം. ശരീരത്തിൽ അത് വെളിപ്പെടണം. ശുശ്രൂഷയിൽ അത് വെളിപ്പെടണം. ചുമ്മാ കയറി ഇരുന്നിട്ട് ഇതിന്റെ സംഘാടകർ വിളിച്ചാണല്ലോ അതുകൊണ്ട് വന്നില്ലേ, അല്ല. ഇന്ന് രാത്രി നിന്നെ സെലക്ട് ചെയ്യും. 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എഴുതിയിരിക്കുന്ന കാര്യം, സന്തോഷത്തോടെ മടങ്ങി വന്നു. ഒരാള് ഒരു കാര്യത്തിന് പോയിട്ട്
അവർ സന്തോഷത്തോടെ മടങ്ങി വരണമെങ്കിൽ എന്തായിരിക്കണം അവിടെ ഉണ്ടാകുന്ന റിസൾട്ട്? അർത്ഥം, പോയ കാര്യം സാധിച്ചിട്ടായിരിക്കും ഇവരെ മടങ്ങി വരുന്നത്. ശ്രദ്ധിച്ച്, നമ്മളൊരു കാര്യത്തിന് പോയിട്ട്, നിങ്ങളെ സഹോദരിമാര് ശ്രദ്ധിച്ചു, ഞാൻ കാണുന്നതല്ല, ഏകദേശം എല്ലാവരും സഹോദരിമാർ. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു കാര്യത്തിന് വെളിയിലോട്ട് പോയിട്ട് അദ്ദേഹം വന്ന് വീട് നോക്കി, ഡോർ നോക്ക് ചെയ്യുമ്പോ, അല്ലെ കോളിംഗ് ബെൽ അടിക്കുമ്പോ, നിങ്ങളെ കഥ ഇങ്ങനെ തുറക്കുമ്പോ അദ്ദേഹം ഭയങ്കര ഹാപ്പി മൂടി നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം പോയ കാര്യം നടന്നു. ഇനി ഹാപ്പി മൂഡിലല്ല, കഥ തുറക്കുമ്പോഴത്തേ തേനീച്ച കുത്തിയ പോലെ, എനിക്ക് ഇപ്പൊ തേനീച്ച കുത്തിയിരിക്കുകയാണല്ലോ, ഈ തേനീച്ച കുത്തിയ പോലെ, ഹണീബി കുത്തിയതുപോലെ മോന്തം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പോയ കാര്യം നടന്നില്ല. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അർത്ഥം, കർത്താവ് അവരെ സെലക്ട് ചെയ്തതിന്റെ ഉദ്ദേശം അവരിലൂടെ വെളിപ്പെട്ടപ്പോൾ, ഒന്നുകൂടെ പറയാ, കർത്താവ് അവരെ സെലക്ട് ചെയ്തതിന്റെ ഉദ്ദേശം അവരിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരിൽ ഉണ്ടായ ഒന്നാമത്തെ കാര്യം, നിത്യമായ സന്തോഷം അവരിൽ അങ്ങ് വെളിപ്പെട്ടു. സ്തോത്രം. ഒന്നുകൂടെ പറയാ, നിത്യമായ സന്തോഷം നിന്നിൽ വെളിപ്പെടണമെങ്കിൽ നിന്നെ തെരഞ്ഞെടുത്ത ശുശ്രൂഷയുടെ ഒരു പദ്ധതി നിന്നിൽ വെളിപ്പെടണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ രാത്രി ഒരു കാര്യം ബ്രേക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. കുടുംബത്തിനകത്തെ ഒന്ന് ദൂതിനകത്തൊന്ന് ഡൈവേർട്ട് ചെയ്തേക്കട്ടെ. കുടുംബത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ ഈ രാത്രി അഭിഷിക്ത പദവിയിൽ നിന്ന് പ്രസംഗിക്കാൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ഈ രാത്രി എന്നേക്കുമായിട്ടത് ബ്രേക്ക് ആകട്ടെ. പ്രാർത്ഥിച്ചത് സ്വീകരിക്കെ. സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ചില വ്യാധികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിൽ ഈ രാത്രി മാറപ്പെടട്ടെ. പ്രാർത്ഥിച്ച് ദൂതൊന്ന് സ്വീകരിച്ച്, പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ഇന്ന് ഈ ദൂതൊന്ന് സ്വീകരിച്ച് ഒരു കാര്യം പറയാം. നീ സെലക്ട് ആയ ഒന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന പല അന്ധകാര മണ്ഡലവും മാറിയിട്ട് എന്നേക്കുമായിട്ടുള്ള ഒരു സമാധാനവും സന്തോഷവും നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കും. ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ആമേൻ പറയണം. ഇന്ന് രാത്രിയിലെ ഒന്നുകൂടെ പറയാം, നിന്നെ സെലക്ട് ആക്കി കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വ്യാധി കൊണ്ടിരുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻ കൊണ്ടിരുന്ന, ഇടയ്ക്കിടയ്ക്ക് ദുഷ്ടന്റെ പദ്ധതി നിന്റെ കുടുംബത്തിനകത്ത് അർത്ഥാൽ നീ ഉള്ളിടത്ത് അത് വെളിപ്പെട്ട് വരത്തില്ല. ഒന്നുകൂടെ പറയാ, നീ നിൽക്കുന്നിടത്ത് അത് വെളിപ്പെട്ട് വരത്തില്ല. നീ ഇരിക്കുന്നിടത്ത് ആ ശക്തി വെളിപ്പെട്ട് വരത്തില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എന്റെ കുടുംബത്തിൽ ഞാൻ സെലക്ട് ആകുക. എന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും സ്ഥിരമായിട്ട് വെളിപ്പെടട്ടെ. ആമേൻ. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചു. ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, കുടുംബത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആ പിശാചിന്റെ പദ്ധതി, അത് പിശാചിന്റെ പണിപ്പുരയിലെ ഏറ്റവും വലിയ നമ്പർ 1 ആയുധമാ. അതെന്നേക്കുമായിട്ട് തച്ചുടയപ്പെടുന്ന ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് ആ സമാധാനവും സന്തോഷവും കയറി വരുന്ന രാത്രിയാ. അതിന് നീ സെലക്ട് ആകണം. ഈ രാത്രി നിന്റെ ദിവസമാണെന്ന്. മറ്റുള്ളതെല്ലാം വിട്ടുകളാ. ഇന്ന് രാത്രി അത് സമാധാനത്തിലേക്ക്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചനാത്മാവി പറയാൻ തന്നെ പറയുന്നു. സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം നിലനിൽക്കാൻ പോകും. ആമേൻ പറഞ്ഞു. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം നിലനിൽക്കുക. രമ്യ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും നിലനിൽക്കാൻ പോവുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കുടുംബത്തിനകത്തെ ചില വ്യാധികളെ സ്വർഗം മാറ്റാൻ പോകുന്നു. സ്വർഗം എന്നോട് പറയുന്നു, പ്രവചിക്കാൻ പറയുന്നു, നിന്റെ കുടുംബത്തെ തകർത്തു കളയുവാൻ, നിന്നെ ഇല്ലാണ്ടാക്കുവാൻ, കുടുംബത്തിനകത്ത് അനർത്ഥം വരുത്തുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാക്കി കളയുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നാപാത്രമാക്കുവാൻ,
ദുഷ്ടനിട്ട ചില കെണികൾ ഈ രാത്രി സ്വർഗം പറയുന്നു എന്നേക്കുമായിട്ട് മാറുന്ന രാത്രിയാണെന്ന് പറയാൻ പരിശുദ്ധ ആത്മാവ് എന്നോട് ദൂത് പറയാൻ പറയുന്നു. ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ച് നീ അസാധാരണ പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ തന്നെ തയ്യാറാക്കാൻ, നിന്നെ തന്നെ ഒരുക്കാൻ ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു. നീ തന്നെ അതിനൊന്ന് നിന്നുകൊടുക്കാൻ, നീ തന്നെ ഒന്ന് സമർപ്പിക്കാൻ. മടങ്ങി വാ. സ്വർഗം എന്നോട് പറയുന്നു മടങ്ങി വരാം. സ്വർഗം എന്നോട് പറയുന്നു മടങ്ങി വരാം. രമ്യ, കുടുംബത്തിനകത്തോടുള്ള ദൂത പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഒരു കാലത്ത് ദുഷ്ടപിശാച് നിന്ന് വെല്ലുവിളിച്ച വെല്ലുവിളികൾ നിന്റെ മാനസിക മണ്ഡലത്തിൽ കിടപ്പുണ്ട്. വെല്ലുവിളിച്ച് തകർക്കുമെന്നും ഉടച്ചു കളയുമെന്നും ഇല്ലാണ്ടാക്കുമെന്നും ഒക്കെ വാദിച്ചെടുത്ത് സ്വർഗം നിന്റെ കരത്തിന് പിടിച്ചിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം നിലനിൽക്കാൻ പോവുക. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നിലനിൽക്കാൻ പോവുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എത്ര കിട്ടിയാലും കയ്യിൽ നിൽക്കാത്ത ശൂന്യത വരുത്തുന്ന ആ ദുരാത്മ മണ്ഡലം, ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ ഈ രാത്രി സ്വർഗം തച്ചുടച്ചിട്ട് നീ ഒരു അത്ഭുതമായിട്ട് വെളിയിൽ വരുന്ന ഒരു രാത്രിയാണെന്ന് ഈ രാത്രി പറയാം. ഇന്ന് രാത്രി സ്വർഗം എന്നോട് ആലോചന വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കും. സ്വർഗം 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് ഇവർ കർത്താവുമായിട്ട് ഫേസ് ടു ഫേസ് നിൽക്കുക. സെലക്ട് ആയി ഇവർ പോയി, ഇവർ ശുശ്രൂഷിച്ചു, ഇവർ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുക. നിന്നിട്ട് കർത്താവിന്റെ മുഖത്ത് നോക്കി പറയുന്ന 1-2 കാര്യങ്ങൾ ആദ്യം അവിടെ കിടപ്പുണ്ട്. സെലക്ട് ആയാൽ ഈ രാത്രി പറയണം, കർത്താവ് എന്നെ ഒന്ന് സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്യണമെന്ന് പറയണം. സഹോദരിമാര് തന്നെ പറയണം. ഇത് പ്രസംഗിക്കാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മലയാളം ബൈബിൾ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഹോളി ബൈബിൾ സത്യവേദപുസ്തകം ഇവിടെ ബാംഗ്ലൂരിൽ പ്രിന്റ് ചെയ്തു. ഇതിനകത്ത് കേവല വിശ്വാസി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേവല വിശ്വാസികൾ, ഏതാ കേവല വിശ്വാസി? പ്രാർത്ഥനയ്ക്ക് വരണം, ഞായറാഴ്ച വരണം, 10 മണിക്ക് വരണം. നിങ്ങൾക്ക് 10-നായിരിക്കും, ഞങ്ങൾക്ക് 7:45, 10 മണിക്ക് വരണം. അവിടെ ഇരുന്നോണം, തലേ തുണി ഇട്ടുകൊണ്ടിരുന്നോണം, പാടുന്ന കൂട്ടത്തിൽ പാടിക്കോണം. പിന്നെ പ്രാർത്ഥിക്കാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ പ്രാർത്ഥിച്ചോണം, നന്നായിട്ട് ആരാധിച്ചോണം. സാക്ഷ്യത്തിന് സമയം കിട്ടുകയാണ്. ഞങ്ങളുടെ സഭയിൽ സാക്ഷിയില്ല. കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ സാക്ഷിയുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞാൻ കേരളത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളായുണ്ട്. ചില സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കും കരച്ചിൽ വരും, കേട്ടു നിൽക്കുന്ന പിശാചിനും കരച്ചിൽ വരും. ഒരു സാക്ഷ്യവും ഇല്ലാത്തൊരു സാക്ഷ്യം. ഇതിന് സാക്ഷ്യവും പറഞ്ഞേച്ച് അവസാനം കർത്തൃമേശ എടുത്ത് സന്തോഷത്തോടെ പോകുന്ന വിശ്വാസി എന്ന കൂട്ടത്തിൽ പെടുന്ന കേവല വിശ്വാസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ബൈബിളിൽ ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഇനി എന്റെ കണ്ണിന്റെ മുമ്പിൽ എവിടെയേലും ഇത്രയും ഇടയ്ക്ക് മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ ഞാനത് അംഗീകരിക്കാം. അതില്ല. നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. നമ്മളെ വിളിച്ചത്, തെരഞ്ഞെടുത്തത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാ. യേശു ക്രിസ്തുവിനെ ധരിക്കുവാനും യേശു ക്രിസ്തുവിന്റെ നാമം ചുമക്കുവാനും ക്രിസ്തുവേശുവിന്റെ നാമത്തെ ഉയർത്തുവാനും നശിക്കുന്ന അനേക എണ്ണത്തിലേക്ക് യേശുവിനെ എത്തിക്കുവാനും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു സമൂഹത്തെ യേശുവിലേക്ക് ആനയിക്കുവാനുമാ എന്നെയും നിന്നെയും സ്വർഗം തെരഞ്ഞെടുത്തത്. ഇന്ന് രാത്രി ആ സെലക്ഷനിൽ പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് പറയണം, അപ്പാ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണം എന്ന് പറയണം. നീ നിന്ന് കൊടുത്താൽ മതി, കർത്തൻ നിന്നെ ഉപയോഗിക്കും. സ്തോത്രം. ഇവരേശുവിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് പറയുന്ന ഒന്നാമത്തെ കാര്യം, സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് യേശുവിനോട് ഇവർ പറയുന്ന കാര്യം എഴുതി വച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി. ശ്രദ്ധിച്ചു കേൾക്കണം. നല്ല ബഹളമായിരുന്നു, നല്ല ഒച്ചയായിരുന്നു, നല്ല ദൂതുണ്ടായിരുന്നു. ആരാണ്ടോടൊക്കെ പ്രവചനവും പറഞ്ഞു. ആ പരിപാടി നിർത്തണം, ഇത് കേൾക്കണം, കുറിച്ചിടണം. ഇവര് വന്ന് യേശുവിനോട് പറയാ, കർത്താവേ,
അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, അങ്ങ് ഞങ്ങളെ പറഞ്ഞു വിട്ടല്ലോ. പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഭൂതം എന്നല്ല, ഭൂതങ്ങളും, ബഹുവചനം, ഭൂതങ്ങളും യേശുവിന് കീഴടങ്ങി എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് കീഴടങ്ങി. ഒന്നുകൂടെ പറയാ, ഇത് ശ്രദ്ധിക്കണേ, തലേ കയറണേ പ്ലീസ്. കർത്താവ്, അങ്ങയുടെ നാമം ചുമക്കാൻ ഇറങ്ങിയ ഞങ്ങൾ, എന്നെ അപ്പച്ചൻ തെരഞ്ഞെടുത്ത് അങ്ങയുടെ നാമം എന്നിലേക്ക് അങ്ങ് ഇട്ട് തന്ന് അത് ചുമന്നുകൊണ്ട് ഞാൻ പോയപ്പോൾ, ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ, ആ ദുരാത്മ മണ്ഡലങ്ങൾ മുഴുവൻ, അർത്ഥാൽ ഭൂതങ്ങൾ, എന്റെ മുമ്പിൽ മുട്ടുമടക്കി. യേശുവിന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി. ഈ രാത്രി ഒന്നാമത്തെ ദൂത് കൈമാറുക. നീ സെലക്ട് ആയാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ, നീ കാല് കുത്തുന്നിടത്തെ ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ 1, 2, 3 എന്നും പറഞ്ഞ് അടിയറവ് വെക്കുന്ന ഒരു രാത്രിയായി ഈ രാത്രി എന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുമ്പോൾ, ഇതൊന്ന് സ്വീകരിച്ചേറ്റെടുക്കാമോ? ഇതിന്റെ പേരാ ശുശ്രൂഷ. ആമേൻ. നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണകൾ മാറ്റണം. ഒത്തിരി തെറ്റിദ്ധാരണകൾ മാറ്റണം. ഭൂതം ഉണ്ടെന്നറിഞ്ഞാൽ, ഈ പല രീതിയിലുള്ള ഭൂതങ്ങളുണ്ടല്ലോ, പല രീതിയിലുള്ള ഭൂതം, ഒത്തിരി ഭൂതങ്ങളുണ്ട്. അതേതാകട്ടെ, ഏതും ആകട്ടെ. കൃപയാൽ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഭൂതമൊക്കെ ഇളകും. ഈ ഭൂതം ഇളകുമ്പോൾ ഞാൻ ഈ പോയി പേരന് എവിടുന്നാ വന്നേ, അളിയൻ ഇനി എങ്ങോട്ടാ പോകുന്നത്, അളിയന്റെ കൂട്ടത്തിൽ ആരുണ്ട്, ഇതൊന്നും ചോദിക്കത്തൊന്നുമില്ല. യേശുനാഥി പോട്ടെ, അതങ്ങ് പൊക്കോളൂ, നമ്മുടെ സബ്ജക്റ്റ് അല്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ നീ ചെന്ന് കാല് കുത്തുമ്പോ, നീ നിൽക്കുന്നിടത്തെ ആ സറൗണ്ടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. ഇത് ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായമല്ല, ഇത് ദൈവവചനത്തിന്റെ അഭിപ്രായമാ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട ഏത് ദുരാത്മ മണ്ഡലമാ നിന്റെ കുടുംബത്തെ കൺട്രോൾ ചെയ്യുന്നത്, ഏത് രോഗശക്തിയാ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുന്നത്, ഏത് ദുഷ്ടശക്തികളാ നിന്റെ തലമുറയെ കട്ടോണ്ട് പോകുന്നത്, അത് നിന്റെ മുമ്പിൽ കീഴടങ്ങുമെന്ന്. ഈ രാത്രി ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമോ? ഒരാമേൻ പറയാൻ എത്ര പേർക്ക് തയ്യാറാകും? എത്ര പേർ തയ്യാറാകും? ഈ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ ഒരൊറ്റ വ്യാധി നിന്റെ കുടുംബത്തിനകത്ത് കാണരുത്. റാബാന ഷനാധര, ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ചില രോഗശക്തികളുണ്ടല്ലോ, അത് ദുരാത്മ മണ്ഡലം കൊണ്ടിരുന്ന രോഗശക്തികളാ. അത് മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. ഇന്ന് രാത്രി നിന്നിലേക്ക് അഭിഷേകം വ്യാപരിക്കുക. ഇന്ന് രാത്രി നിന്നിലേക്ക് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആ അഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം നടക്കുക. പിന്നെ നീ നിൽക്കുന്നിടത്ത് ആ ഭൂതശക്തികൾ കാണത്തില്ല. ഈ രാത്രി സ്വർഗം പറയുക, അത് സ്വീകരിക്കുന്ന, കൈമാറപ്പെടുന്ന രാത്രിയായി. ആമേൻ പറയാവോ? ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആ ദുരാത്മ മണ്ഡലങ്ങൾ ഈ രാത്രി നിന്റെ കാലിന് ചുവട്ടിൽ വീഴുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ അഭിഷേക്തൻ എന്ന പദവിയിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഈ ദൂത് ഞാൻ പ്രവചനാത്മാവിൽ പറയുമ്പോൾ ഇത് സ്വീകരിക്കാൻ തയ്യാറായിക്കോ. നിന്റെ കുടുംബത്തിനകത്ത് അത് വെളിപ്പെടാൻ പോവുക. ആമേൻ. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ ശുശ്രൂഷയിലേക്ക് നീ ഒന്ന് സെറ്റായ ഏത് ദുരാത്മ മണ്ഡലമാണ്, ഞാൻ ചുരുക്കി പറയാം, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ തലമുറ വഹിച്ചുകൊണ്ട് പോകുന്നു, അത് നിന്റെ മുമ്പിൽ നീ കൗൺസിൽ ചെയ്യാതെ, നീ വേറെ സൂപ്പർ നാച്ചുറൽ കഴിവുള്ള സ്പെഷ്യലിസ്റ്റിനെ വരുത്താതെ, രഹസ്യത്തിൽ ഫോൺ എടുത്ത് പ്രാർത്ഥിക്കാതെ നിന്റെ മുമ്പിൽ കീഴടങ്ങും. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഈ രാത്രി മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ
കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച വരെ ഞാൻ വിദേശത്തായിരുന്നു. ആ ചർച്ചയിൽ നടന്ന ഒരു വലിയ സംഭവം, അസാധാരണമായ ദൈവപ്രവൃത്തിയാണ്. സെലക്ഷനിലേക്ക് ജനത്തെ കർത്താവ് കയറ്റിവിട്ടു. ഓരോരുത്തര് അടുത്ത ദിവസങ്ങളിൽ വന്ന്, എക്സ്പെഷ്യലി ആന്റിമാർ എന്നോട് പറഞ്ഞ സാക്ഷ്യം, തലമുറകൾ പല രീതിയിലുള്ള പിടിയിലായിരുന്നു. ഒന്ന് കേക്കെ, അസാധാരണമായ മൊബൈലിന് അഡിക്റ്റ് ആയവർ, ഇന്റർനെറ്റിന് അഡിക്റ്റ് ആയവർ, ഇലക്ട്രോണിക് സിഗരറ്റിന് അഡിക്റ്റ് ആയവർ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയവർ, ഇവരിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് കരച്ചിലോട് കൂടി കടന്നു വന്ന ടെസ്റ്റ് മണി കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. കേട്ടിട്ടല്ല, കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഈ രാത്രി സ്വർഗം ഒരു ദൂത് പറയാം. നീ സമർപ്പിച്ചാൽ ഇന്ന് രാത്രി നിന്നിൽ ഈ ശുശ്രൂഷ വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇതൊരു അധികാര പരിധിയിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ആ ശുശ്രൂഷ നിങ്ങളിൽ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി നിന്റെ കരത്തിന് സ്വർഗം പിടിച്ചിട്ട് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി ഏത് ദുരാത്മ മണ്ഡലമാണോ അവിടെ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാകുന്നവർ ഏറ്റെടുത്തു. ഈ രാത്രി ആ ശുശ്രൂഷയുടെ കൈമാറ്റം ചില റൂമുകൾക്കകത്തേക്ക് വ്യാപരിക്കുക. തറപ്പിച്ച് ധൈര്യത്തോടെ ഞാൻ പ്രസംഗിക്കുക. നീ നിൽക്കുന്നിടത്ത് പിശാച് കൊണ്ടുവന്ന ഒരായുധവും പിന്നെ കാണത്തില്ല. ആത്മാവി പറ. നീ ഇരിക്കുന്നിടത്ത് പിശാച് കൊണ്ടുവന്ന ഒരു വള്ളിക്കെട്ടും, ഒരു ദുരാത്മ മണ്ഡലവും, ഒരു മന്ത്രവാദ ശക്തിയും, ഒരു ആഭിചാര ശക്തിയും, ഒരു എതിർ പ്രാർത്ഥനയും, ഒരു തലമുറയുടെ പീഡനവും നീ ഇരിക്കുന്നിടത്ത് കാണത്തില്ല. ഈ രാത്രി ധൈര്യത്തോടെ ഈ ദൂത് സ്വീകരിച്ചു. നിന്റെ മേൽ വീഴുന്ന അഭിഷേകം അതിനെയെല്ലാം കരിച്ചു കളയുന്നതായിരിക്കും. യേശുവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങി. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ച്. രോഗാത്മാവ് രണ്ട് രീതിയിലുണ്ടാണ്. രണ്ട് രീതിയിലുള്ള രോഗശക്തികളുണ്ട്. ശ്രദ്ധിച്ചേക്കണം. രണ്ട് രീതി. ഒന്ന്, പ്രാകൃതിക നിയമം തെറ്റിക്കുമ്പോൾ, അർത്ഥാൽ പ്രകൃതിയുടെ നിയമം തെറ്റിക്കുമ്പോൾ രോഗം വരും. അത് പാരസിറ്റാമോൾ കഴിച്ചാൽ മാറും. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, മഴ പെയ്യുമ്പോൾ നനയരുത്, മഴ നനഞ്ഞാൽ പനി പിടിക്കും. ഇനി പനി പിടിച്ചാലും എന്തുവാ, പാരസിറ്റാമോളോ ഡോളയോ, ഇതിനകത്തെല്ലാം പാരസിറ്റാമോൾ അല്ലേ നഴ്സുമാര്, ഇതിനകത്ത് പാരസിറ്റാമോൾ ആണെങ്കിൽ ഇത് കൊടുത്താൽ മതി, അത് മാറും. എന്നാ വേറൊരു സാധനമാണ്, അതിന്റെ പേര് ഞങ്ങൾ പാസ്റ്റർമാർ ഉപദേശിമാര് വിളിക്കുന്നത് രോഗശക്തി. ഇത് ശരീരത്തിൽ വെളിപ്പെട്ടാൽ ഈ പാരസിറ്റാമോൾ കഴിച്ചാൽ അത് മാറും. എന്താണെന്ന് അറിയത്തില്ല, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഗൈഡ് ചെയ്യും. ഇത് പാരസിറ്റാമോൾ കഴിച്ചാൽ മാറും. ഇത് മാറണമെങ്കിൽ നിന്നിൽ വെളിപ്പെട്ട അഭിഷേകത്തിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ രോഗശക്തി ഒന്ന് ശ്വസിക്കുമ്പോൾ അതിന്റെ പാട് പോലും കാണാതെ, പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ ഓർമ്മ പോലും നിലനിൽക്കാതെ ആ രോഗശക്തികൾ, അർത്ഥം ദുഷ്ടഭൂതശക്തികൾ, ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവി വിളിച്ചു പറയുമ്പോ സ്വീകരിക്കാൻ തയ്യാറാകും. എത്ര പേര് ഇത് സ്വീകരിക്കും? എത്ര പേര് ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്? കുടുംബത്തിനകത്ത് അത് വെളിപ്പെടും. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, നൂറുകണക്കിന് രോഗികൾ പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ചത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പ്രാകൃത നിയമം തെറ്റിച്ചപ്പോഴും ദുഷ്ടൻ കൊണ്ടിട്ടതും പ്രാർത്ഥനയിലൂടെ അഴിഞ്ഞു പോകുന്നത് കാണാൻ കർത്താവ് ഭാഗ്യം തന്നു. ഈ രാത്രി സ്വർഗം എന്നോട് പറയാ, നീ സ്ത്രീ ആയതുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്യാതിരിക്കത്തില്ല. നീ പ്രായം ചെന്നതുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്യാതിരിക്കത്തില്ല. ഈ രാത്രി സ്വർഗം എന്നോട് പറയുന്നു, യെസ്, കുടുംബത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ചില രോഗ ദുർഭൂത ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ 10-16 സമയത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബാന്തരീക്ഷങ്ങളെ വിട്ട് ഈ രാത്രി മാറട്ടെ. ആ രോഗശക്തികളെ
ഞങ്ങൾ എന്നേക്കുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു, വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ധൈര്യത്തോടെ അമ്മാമ്മമാരൊന്ന് വാ തുറന്ന് ധൈര്യത്തോടെ കൽപ്പിച്ച്, പിശാചേ, നിന്റെ പദ്ധതിയുമായിട്ട് വീട് വിട്ടു പോകാൻ ഈ രാത്രി ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ഈ രാത്രി ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? ദുഷ്ടപിശാചേ, നിന്റെ രോഗബന്ധനവുമായിട്ട് ഈ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഈ രാത്രി ധൈര്യത്തോടൊന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ധൈര്യത്തോടെ അത് പറയാൻ പറയുന്നു. നിന്റെ കുടുംബം രോഗത്തിന് അടിമയായി കിടക്കാനുള്ള കുടുംബമല്ല. നിന്റെ കുടുംബം മരുന്നിന് അടിമയാകേണ്ട കുടുംബമല്ല. നിന്റെ ഭർത്താവ് മെഡിസിൻ കഴിച്ച് തീരേണ്ട ആളല്ല. നിന്റെ തലമുറ ആശുപത്രിയുടെ തിണ്ണനിറങ്ങാനുള്ള ആളല്ല. ഈ രാത്രി സ്വർഗം പറയുക, ആ ഭൂതശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി കീഴടങ്ങട്ടെ. സ്തോത്രം. സൗഖ്യത്തിന്റെ ഒരു കരം ഈ രാത്രി നീട്ടപ്പെടുന്ന ഒരു കാഴ്ച സ്വർഗനെ കാണുന്നു. സൗഖ്യത്തിന്റെ കരം ചിലരിൽ നീട്ടപ്പെടുന്ന ഒരു കാഴ്ച സ്വർഗനെ കാണുന്നു. ഈ രാത്രി അത് സ്വീകരിച്ച്, ഈ രാത്രി അത് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രാത്രി അത് സ്വീകരിക്കുന്ന രാത്രി, ഈ രാത്രി ആ വീഴുന്ന രാത്രി, ആ പുതപ്പ് ചിലരിലേക്ക് വീഴുന്ന രാത്രി. അവർ പറഞ്ഞു, ഞങ്ങൾ സെലക്ട് ആയി, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പോ ഇത് പറഞ്ഞപ്പോൾ യേശു അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞു. അവൻ അവരോട് എഴുതി വച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാ? സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ശ്രദ്ധിക്കണേ, സാത്താൻ, ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ അങ്ങ് മാറ്റുക. സാത്താൻ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. ചോദ്യം, ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? യേശു സെലക്ട് ആക്കപ്പെട്ട ശിഷ്യന്മാരോട് പറയാ, മോനെ, ഞാൻ കണ്ടൊരു കാര്യം കണ്ടു. നിങ്ങൾ ചെന്നപ്പോൾ, പട്ടണങ്ങളിൽ ചെന്നപ്പോൾ, ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ, വിദൂരതയിലിരുന്ന ഞാൻ ഒരു കാഴ്ച കണ്ടടാ മോനെ. നീ ആ ഏരിയ ചെല്ലുന്ന സമയത്ത് ആ ഏരിയയിൽ വ്യാപരിച്ചു നിന്ന രോഗശക്തികളും ദുരാത്മ മണ്ഡലങ്ങളും ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വെട്ടേറ്റ് വീഴുന്നത് ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു. ഇതിനെയാ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലതിനെ നോക്കി സ്വർഗം സാക്ഷ്യം പറയുന്ന ഒരു രാത്രിയായി രാത്രി. അതാ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ കൂടെ യേശു പോയോ? ഇവരുടെ കൂടെ യേശു പോയോ? ഇല്ല. പിന്നെ എങ്ങനെ മനസ്സിലായി? എന്റെ ഒരു ചിന്ത, എന്റെ ഒരു ചെറിയ ചിന്ത, യേശു അപ്പച്ചൻ കോട്ടയത്തായിരിക്കുന്നതെന്ന്, കോട്ടയം എന്റെ നാടായുണ്ട്, കോട്ടയത്തായിരിക്കുന്നതെന്ന് ഇരിക്കും. ഇതൊക്കെ ഇവരെ പറഞ്ഞു വിട്ടു. മുണ്ടക്കയം അല്ല തിരുവല്ലയ്ക്കാ പറഞ്ഞു വിട്ടത്. ഈ യേശു അപ്പച്ചൻ എങ്ങനെയാ ഇവര് തിരുവല്ലയിൽ കാലുകുത്തിയെന്ന് മനസ്സിലായത്? നിങ്ങളൊന്ന് ചിന്തിച്ച്. യേശു എങ്ങനെയാ മനസ്സിലാക്കിയത്? എന്റെ 2 പിള്ളേര് ഇപ്പൊ തിരുവല്ല പട്ടണത്തിൽ കാലുകുത്തിയെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് അറിയാമോ? യേശു അപ്പച്ചൻ അന്തരീക്ഷത്തിലേക്ക് നോക്കിയപ്പോ കാണുന്ന ഒരു കാഴ്ച, ആ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മ മണ്ഡലം ഉണ്ടല്ലോ, ഓരോരുത്തവൻ തലയില്ലാതെ, വാലില്ലാതെ, കാലില്ലാതെ വെട്ടേറ്റ് താഴോട്ട് വീഴുന്നത് യേശു കണ്ടെന്ന്. ഇതിനെയാ സാക്ഷ്യം എന്ന് പറയുന്നത്. എന്റെ പൊന്നമ്മാമ്മമാര്, നിന്നെക്കുറിച്ച് നാട്ടുകാർ സാക്ഷ്യം പറയത്തില്ല, നിന്നെക്കുറിച്ച് വീട്ടുകാർ സാക്ഷ്യം പറയത്തില്ല, നിന്നെക്കുറിച്ച് ഇച്ചിരി കൂടെ കടന്ന് പറയാ സഭക്കാര് സാക്ഷ്യം പറയത്തില്ല, നിന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ തുള്ളുന്നവളെന്നോ പ്രാർത്ഥനക്കാരിയെന്നോ വിളിച്ച് കളിയാക്കത്തേ ഉള്ളൂ. എന്നാ സ്വർഗം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ പോവാ. ആമേൻ. സ്വർഗം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. രഹോബോത്ത് മിനിസ്ട്രി എഴുതിയിരിക്കുന്ന നിന്നെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയാൻ പോവാന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിന്നെ കുറിച്ച് സ്വർഗം സാക്ഷ്യം പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓപ്പണിംഗ് ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുന്നെന്ന് സ്വർഗം എന്നോട് പറയുന്നു.
നിന്ദിക്കപ്പെട്ടവൾ. നിന്റെ വിശേഷണങ്ങൾ സ്വർഗ്ഗം എന്നോട് പറയുന്നു. നീ നിന്ദിക്കപ്പെട്ടവൾ, നീ അപമാനിക്കപ്പെട്ടവൾ, നീ ഒറ്റപ്പെട്ടവൾ. നിന്നെക്കുറിച്ച് അപവാദങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞു പിടിപ്പിച്ച ഒരു നിര നിന്റെ പുറകിൽ നിൽക്കുമ്പോ സ്വർഗം നിന്നോട് പറയുന്ന ഈ രാത്രി നിന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു സീസണിന്റെ ഓപ്പണിംഗ്, ഈ രാത്രിയിലെ മീറ്റിംഗ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുക. സ്വീകരിച്ചോ? അത് സ്വീകരിക്കും. അസാധാരണമായ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം സിസ്റ്റർ ഈ ദിവസങ്ങളിൽ വന്ന് പതിക്കും. ഈ ദിവസങ്ങളിൽ വന്ന് പതിപ്പിക്കും. ഭൂതം പിടിച്ചത് അർത്ഥം പ്രത്യക്ഷത്തിൽ ഭൂതമെന്ന് തോന്നാത്ത രോഗശക്തികൾ കൊണ്ട് വലയുന്ന, അതിലൂടെ ഡിപ്രഷൻ പിടിച്ച, അതിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന, അതിലൂടെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന ചിലതിനെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടെത്തിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടെത്തിക്കും. ഒരു ശുശ്രൂഷയുടെ പുതിയ തലം അതിലൂടെ വെളിപ്പെടുമെന്ന് സ്വർഗം നിന്നോട് ആലോചന പറയുക. കർത്താവ് നിനക്കൊരു വാഗ്ദത്തം വരുന്നു. അപമാനത്തിന്റെ നിന്ദയുടെ ഒരു നീണ്ട ലിസ്റ്റ് നിന്റെ ഡയറിക്കകത്ത് കിടക്കും. ഒരു നീണ്ട ലിസ്റ്റ് നിന്റെ ഡയറിക്കകത്ത് കിടക്കും. അവരുടെ മുമ്പിൽ ഞാൻ നിന്നിൽ വെളിപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് നിന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ പലതിനോടും സാക്ഷ്യം പറയുമെന്ന് ഈ രാത്രി സ്വർഗം എന്നോട് പറയാൻ പറയുന്നു. ഈ രാത്രി അതൊന്ന് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വർഗം ചിലതിനെ തൊടുന്ന രാത്രിയാ, സ്വർഗം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ച് ഈ രാത്രി പറ, കർത്താവേ എന്നെ ആ 70-നകത്തോട്ട് ഒന്ന് സെലക്ട് ചെയ്യണമെന്ന് ഈ രാത്രി പറയാമോ? യേശു നിങ്ങളെ നോക്കി സാക്ഷ്യം പറയും. യേശു പറഞ്ഞു, ഞാൻ കണ്ടടാ മക്കളെ, ഞാനത് കണ്ടു. ഇത്ര പറഞ്ഞ് ഇങ്ങോട്ട് നോക്കി എന്നെ ഒന്ന് ശ്രദ്ധിച്ച്. നമ്മുടെ ശുശ്രൂഷയിൽ മനുഷ്യരല്ലാതെ യേശു ക്രിസ്തു വന്നു നിന്ന് പ്രവാചകനിലൂടെയല്ല ഡയറക്റ്റ് യേശു ക്രിസ്തു വന്നു നിന്ന് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി, മോനെ ഞാൻ കണ്ടറാ, ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വല്ലതും വേണോ? ഒന്ന് ചിന്തിച്ചു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, പിന്നെ എപ്പോഴേലും പ്രസംഗിക്കാൻ വിളിച്ചാൽ ആ പ്രസംഗം പ്രസംഗിക്കുക. അല്ലെ യൂട്യൂബിൽ കിടപ്പുണ്ട്, യൂട്യൂബിലുണ്ടെന്നാ തോന്നുന്നു. യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പവർ വിഷനകത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കുക. പെന്തക്കോസുകാരായ ഏറെക്കുറെ എല്ലാവരും പെന്തക്കോസുകാരാണെന്ന് എനിക്ക് തോന്നുന്നു. 30 വർഷത്തെ 40 വർഷത്തെ 50 വർഷത്തെ 20 വർഷത്തെ 10 വർഷത്തെ ഒക്കെ പാരമ്പര്യം പറയാനുള്ള അമ്മാമ്മമാരോടും അച്ചായന്മാരോടും ഞാൻ ചോദിക്കുക, ഇതെന്റെ സബ്ജക്റ്റിലുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഞാൻ ഒരു ഒച്ച കേട്ടായിരുന്നു. ഞാൻ ഏതാണ്ട് കിർ ഒച്ച കേട്ട്, ഇതൊന്നും അല്ലെ, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയണം. ഞാനിതൊരിടത്ത് പ്രസംഗിച്ചപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, പക്ഷെ അതൊന്നും നടക്കത്തില്ല. പ്രശ്നം യേശുവിനൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാം, ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. അയ്യോ, യേശുവിനെ കണ്ടിട്ടുണ്ടെന്ന്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാം, നമ്മളെല്ലാരും എന്തിനാ കാത്തിരിക്കുന്നത്? ഇന്നങ്ങ് ചത്തുപോയെന്നിരിക്കട്ടെ. രണ്ട് പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന്, അരിമനാഥനായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരും. കാഹളം തുരിക്കും, നമ്മൾ പോകും. സ്വത്രം. അതൊന്ന്. രണ്ട്, ഇരിക്കുന്ന ഇരുപത്തി മുമ്പോട്ടോ പുറകോട്ടോ വീണ് നമ്മൾ തീരും. ടിങ്. ഇത് രണ്ടായാലും അങ്ങ് നമ്മൾ ഈ കൊട്ടിപ്പാടുന്നതും ഈ വെള്ളം വെക്കുന്നതും ഈ രാത്രി സൂം മീറ്റിംഗ് നടത്തുന്നതും അല്ലെ 10 പേരോട് കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ? ഒരുക്കപ്പെട്ട നല്ല മാളിയോറിൽ കയറി വിശ്രമിക്കാനോ? അല്ല. നമ്മുടെ എല്ലാ ആഗ്രഹം യേശുവിനെ കാണാം. അല്ലെ? യേശുവിനെ കാണാൻ വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്? ആണോ? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾ നിർബന്ധിച്ച് വാശി പിടിച്ചിരിക്കുകയാണോ? അങ്ങ് എന്നിട്ട് മാത്രമേ ഞാൻ യേശുവിനെ കാണത്തുള്ളൂ. ആ യേശുവിനെ ഇവിടെ കണ്ട എന്നെ കുഴപ്പം?
നിങ്ങൾ തിയോളജി പരമായിട്ട് ചിന്തിക്കുന്നു വേണ്ട, നന്നായിട്ട് തിയോളജി പഠിച്ച മനുഷ്യനെ, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ യേശുവിനെ കണ്ടതിന്റെ കുഴപ്പം, ആ യേശു നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറയാം, മോനെ ഞാൻ നിന്നെ കണ്ടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാ. ഓ, അതിപ്പറ ഭാഗ്യം എന്നാ ഉള്ളത്. 4 കാർ ഒന്നിച്ചിങ്ങോട്ട് കിട്ടിയ അത്ര സന്തോഷം വരുമോ? ചിലർക്ക് വരും, ചിലർക്ക് വരും. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നിനക്ക് കേൾക്കുമ്പോ നിനക്ക് വെപ്രാളമാണോ ഉണ്ടാകുന്നത്, അതോ സന്തോഷമാണോ ഉണ്ടാകുന്നത്? പണ്ടൊക്കെ സന്തോഷമായിരുന്നു. പണ്ടത്തെ കാലഘട്ടം ഞാൻ ഈ പഴയ ബന്ധക്കോസുകാരനാണ്, അതുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. പണ്ടൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. യേശുവിന്റെ വരവേന്ന് കേൾക്കുമ്പോഴത്തേന് തുള്ളിച്ചാടുമായിരുന്നു. ഇപ്പോഴോ യേശു വരുന്നു എന്ന് കേൾക്കുമ്പോ വെപ്രാളവാ. ഒന്നപ്പ വരല്, വീടിന്റെ 2ാമത്തെ നില വാർത്തില്ല, മോള് MBBS ഇനി 5ാമത്തെ വർഷമായിട്ടുള്ളൂ, ഉക്രൈനിൽ 6ാമത്തെ വർഷത്തിൽ കയറാൻ പോവാ. അല്ലെ, വെപ്രാളമല്ലേ വരുന്നത്? ഈ യേശു വന്ന് നിന്ന് പറയാ, കുഞ്ഞെ ഞാൻ നിന്നെ കണ്ടടാ എന്ന് പറയുമ്പോ ആദ്യം പറയും സന്തോഷം എന്നെ ഉണ്ടാകാനുള്ളത്. അതാ ഏറ്റവും വലിയ സന്തോഷം. ഇവരിങ്ങനെ സന്തോഷിച്ച്, എന്റെ ഭാഷ പറഞ്ഞ സന്തോഷിച്ച് കിളി പോയി, ഇനി പോകാം, തിരിച്ചു പോകാം എന്നുദ്ദേശിച്ച് ഇവർ തിരിയുമ്പോൾ യേശു പറഞ്ഞ മക്കളെ പോകരുത്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്ക് ഒരു ചെറിയ 3 ഗിഫ്റ്റും കൂടെ ഞാൻ തരാൻ പോവാ. ഓ സ്തോത്രം. എന്റെ ഭാഷ പറഞ്ഞ ഇവർക്കെല്ലാം ആയി. യേശു ആ സാക്ഷ്യം പറഞ്ഞത്. അവർ ചെന്നിടത്തൊക്കെ അത്ഭുതം നടന്നു. ദുരാത്മ മണ്ഡലം പൊട്ടി, ദേശം മുടിവെക്കപ്പെട്ടു. പേരില്ലെന്നേ ഉള്ളൂ, അസാധാരണ അത്ഭുതങ്ങൾ നടന്നു. അവർ പോകാൻ നിൽക്കുമ്പോ, സന്തോഷത്തോടെ പോകാൻ നിൽക്കുമ്പോ, മക്കളെ പോകരുത്, ചെറിയ ഗിഫ്റ്റ് ഒരു 3 നിങ്ങൾക്ക് തരിക. ഇത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ആരോടാണെന്നറിയോ? സെലക്ട് ചെയ്യപ്പെട്ടവരോട് മാത്രമാണ്. അല്ല, ഇന്ന് രാത്രി പെട്ടോണം, ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ടോണം. ആ ഗ്രൂപ്പിനകത്തോട്ട് നീ കയറണം. നീ കയറിയാൽ അത്ഭുതം നടക്കും. പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അവരോട് യേശു പറയാ 3 ഗിഫ്റ്റ് വായിച്ചു. 1ാമത്തെ കാര്യം, മക്കളെ പാമ്പുകളെ, 2 തേളുകളെ, 3 ശത്രുവിന്റെ സകല ഭുജബലത്തെയും ചവിട്ടാൻ അല്ലെങ്കിൽ തകർക്കാൻ ഉള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരിക. ഓ, എന്നാ പവറാന്ന് നോക്കി, എന്നാ അതോറിറ്റിയാന്ന് നോക്കി. അത് ഞാൻ വിവരിച്ച് കേൾപ്പിക്കാം. എന്റെ ഭാഷ, ഞാൻ എന്റെ പ്രസംഗ ശൈലിയിൽ ഇങ്ങനെ പറയുവേ. ഈ പോകാൻ നിൽക്കുമ്പോ ചെറിയ ഗിഫ്റ്റാ കർത്താവ് കൊടുത്തത്. നമ്മുടെ ഈ പിള്ളേരൊക്കെ, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉള്ളപ്പോ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റ് അതിങ്ങനെ ചെറുതായിട്ട് പൊതിഞ്ഞ് കുഞ്ഞു പൊതി കൊണ്ട് കൊടുക്കും ഗിഫ്റ്റ്. അതുപോലെ 3 പൊതിയായി കൊടുക്കും. 3 ഗിഫ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കണം. 1ാമത്തെ ഗിഫ്റ്റ്, തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന പാമ്പുകളിൽ മേലുള്ള അധികാരം. ഓ എന്തോ അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ പാമ്പുകളിൽ മേലുള്ള അധികാരം? സാധാരണ ഭാഷയിൽ ഞാൻ പറഞ്ഞു, നല്ല ഒത്ത ഒരു പാമ്പ് ആരെങ്കിലും ഒന്ന് കടിച്ചാൽ, കടിച്ചെന്നല്ല, മലയാളത്തിൽ കുത്തിയാൽ ആള് തട്ടിപ്പോ. വൈപ്പർ, അണലിയോ എന്തേലും ഒക്കെ ആട്ടെ, ഏതെങ്കിലും പാമ്പ് ഒരാളെ കടിച്ചാൽ, കുത്തിയാൽ ആള് തട്ടിപ്പോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാമ്പുകളിന്മേലുള്ള അധികാരം എന്ന് പറഞ്ഞാൽ, പാമ്പ് ഒരു ജന്തുവിനെ, ഒരു മനുഷ്യനെ കൊത്തിയാൽ മരിക്കുമെങ്കിൽ, 1ാമത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് കൊടുത്ത അധികാരം, ചെറിയ ഗിഫ്റ്റ്, മരണശക്തിയുടെ മേലുള്ള അധികാരം. മനസ്സിലാക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങണം. മരണശക്തിയുടെ മേലുള്ള അധികാരമാ ആ രാത്രിയിൽ, ആ പകലില്, ആ പേരില്ലാത്ത, കഴിവില്ലാത്ത, ആരും അറിയാൻ വയ്യാത്ത ആ 70 പേരിലേക്ക് കർത്താവ് കൊടുത്തതെങ്കിൽ, ഈ രാത്രി പരിശുദ്ധാത്മാവി ഞാൻ പറയുക,
നീ അഭിഷേകത്തിൽ നിൽക്കുന്ന, സെലക്ട് ചെയ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നീ അറിയാതെ നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ സഭയ്ക്കകത്തോ നിന്റെ ദേശത്തോ ഒരു ദുർമരണ ശക്തി ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഈ ദൂത് എത്ര പേർ സ്വീകരിക്കാൻ തയ്യാറാണ്? മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പ്രസംഗിക്കുന്നത്? ഇന്ന് രാത്രി ഇതൊന്ന് ഏറ്റെടുക്കണം. ഞാൻ ഈ എല്ലാ മനുഷ്യരും മരിക്കും, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും, മരണം ഉറപ്പാ, അതിന്റെ കാര്യം അല്ല പറയുന്നത്. ഈ രാത്രി ഒരു ദൂത് പറഞ്ഞ് ഞാനത് വിടുക. നീ സെലക്ട് ചെയ്തപ്പെട്ടാൽ മരണശക്തിയുടെ മേൽ ഈ രാത്രി നിനക്കൊരു അധികാരം കിട്ടും. സ്വോത്രം പറ, സ്വോത്രം പറ. ഇങ്ങനെ ഇരുന്ന് സ്വോത്രം പറയരുത്. സ്വോത്രം. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, ഇത് സ്വർഗം പറഞ്ഞതാ. ഒരു ഗിഫ്റ്റ് നിന്നിൽ വെളിപ്പെടുക. മരണശക്തിയുടെ മേലുള്ള അധികാരത്തിന്റെ ശുശ്രൂഷകൾ ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകും. 2, തേളുകളിന്മേലുള്ള അധികാരം. തേള്, സ്കോർപിയോ. ഇന്ത്യയിലെ തേള് കുത്തിയാൽ മനുഷ്യർ ചാകത്തി. ഈ തേൾ എവിടെ കൊണ്ടാ കുത്തുന്നതെന്ന് അറിയാലോ? പറയേണ്ട കാര്യമില്ല. പ്രായമുള്ളവരാരെങ്കിലും ഉണ്ടായി ഇന്നൊന്നും ആ തേളിനെ കാണാൻ പറ്റിയിട്ടില്ല. തേള് പ്രായമുള്ളവരോട് തേള് കുത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എക്സ്പീരിയൻസ് ചോദിക്കണം, അനുഭവം ചോദിക്കണം. 2 തേനീച്ച കുത്തിയിട്ട് എനിക്കിരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ തേള് കുത്തിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച്. തേള് കുത്തിയാൽ മലയാളത്തിൽ പറയുന്നത് നേരത്തോട് നേരം ഭയങ്കര കട്ടുകിടപ്പായി, ഭയങ്കര ഇറിറ്റേഷനായി. ദൂത് വേണ്ടാത്ത സമയത്തും നിന്റെ കുടുംബത്തിനകത്തും നിന്നിലും കൊണ്ടിരുന്ന ഇറിറ്റേഷന്റെ ശക്തിയുടെ മേൽ ഈ രാത്രി സ്വർഗം നിനക്കൊരു അധികാരം തരും. മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചു. ഒരു കാര്യവും ഇല്ലാതിരിക്കുമ്പോൾ, അല്ല കാരണം ഉള്ളപ്പോഴും കുടുംബത്തിനകത്ത് ഇറിറ്റേഷൻ കൊണ്ടിരുന്ന ഒരു ദുരാത്മ മണ്ഡലത്തിന്മേൽ ഈ രാത്രി സ്വർഗം നിനക്ക് അധികാരം തരും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചു. ഇതാ സ്വർഗത്തിന്റെ പ്ലാൻ. സ്തോത്രം. അവൾ ഈ ദൈവദാസന്മാരൊക്കെ ഈ കുടുംബങ്ങൾക്കകത്തോട്ട് ചെല്ലുമ്പോ അറിയാം, കൃപയുള്ളവരുടെ കാര്യം പറഞ്ഞ എല്ലാവരുടെയും കാര്യമല്ല, എനിക്കറിയാം. ഞങ്ങൾക്ക് ഈ വീഡിയോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ പ്രസന്റ് കണ്ടീഷനിൽ അവിടെ അന്തരീക്ഷം എങ്ങനെയാന്ന് നമുക്കറിയാൻ പറ്റും. അന്തരീക്ഷം എങ്ങനെയാണ്? മിക്ക വീടുകളിലും ഈ ഇറിറ്റേഷന്റെ ആത്മാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പൊങ്ങി നോക്കിയാൽ, കണ്ടാൽ, പറഞ്ഞാൽ, കൊടുത്താൽ പല സംഭവങ്ങളിലും ഇതൊരു ദുരാത്മാവിന്റെ ഫൈറ്റിംഗ്. മലയാളത്തിൽ പറഞ്ഞ തേളിന്റെ ശക്തിയാണ്. എന്ന സെലക്ട് ആയാൽ സ്വർഗം പറയുന്നു അതിന്മേലുള്ള അധികാരം നിന്നിൽ വെളിപ്പെടും, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. മനസ്സിലാക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കൂ. അത് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും. വേണ്ടാത്ത സമയത്ത് നിന്റെ ശരീരത്തെ, നിന്റെ സ്വസ്ഥതയെ, നിന്റെ സമാധാനത്തെ കെടുത്തുന്ന ആ ദുഷ്ടശക്തി എന്നേക്കുമായിട്ട് നിന്റെ മുമ്പിൽ കീഴടങ്ങുമെന്ന് ഈ രാത്രി സ്വർഗം പരിശുദ്ധാത്മാവിൽ ദൂത് പറയും. അപ്പൊ ഒന്ന് സെലക്ട് ആയാൽ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ഗിഫ്റ്റുകൾ: 1, മരണശക്തിയുടെ മേലുള്ള അധികാരം; 2, തേളുകളിന്മേലുള്ള അധികാരം; 3, അവിടെ പറയുന്നു ശത്രുവിന്റെ സകല ഭുജബലത്തിന്മേലും ചവിട്ടാനുള്ള അധികാരം. അയ്യോ, ഇത് ആർക്കാണ് ഈ ലഭിക്കുന്നതെന്നൊന്ന് ഓർക്കണേ. നമ്മുടെ കാര്യം പറയുന്നത് ശത്രുവിന്റെ സകല ഭുജബലത്തെയും തകർക്കാനുള്ള അധികാരം. ഇത്ര പറഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുക. പറയുന്ന ഒറ്റ കാര്യം, അവരെ നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ, ഇന്നു മുതൽ ഒന്നും നിങ്ങൾക്ക്
ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് സ്വർഗം പറയാം, കുഞ്ഞുങ്ങളെ, ഇന്നു മുതൽ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരത്തില്ല. അത് പാമ്പിന്റെ ശക്തിയാകട്ടെ, അത് തേളിന്റെ ശക്തിയാകട്ടെ, അത് ശത്രുവിന്റെ സകല ഭുജബലത്തിന്റെ ശക്തിയാകട്ടെ, ഇതൊന്നും നിനക്ക് ദോഷം വരുത്തത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഗ്രൂപ്പിലുള്ള നിങ്ങളെ നോക്കി ഈ രാത്രി പ്രവചനാത്മാവി പറയാ, നീ സെലക്ട് ആയാൽ ഇന്നു മുതൽ ദോഷപ്പെടുത്താനിരിക്കുന്ന ശക്തികൾ നിനക്ക് ദോഷമായിട്ടല്ല വരുന്നത്, അത് നിനക്ക് നന്മയായിട്ട് വരാൻ പോവുക. ഈ രാത്രി വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കുടുംബത്തിനകത്ത് ദോഷം വരുത്താൻ വിതറിയിരിക്കുന്ന രോഗശക്തികളെയും ദുഷ്ടമണ്ഡലത്തെ നോക്കി ഈ രാത്രി ഈ വാക്യം ക്ലെയിം ചെയ്തെന്ന് പറയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 10:19 ക്ലെയിം ചെയ്ത് പറയാമോ? ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആത്മാവിലൊന്ന് പറഞ്ഞ്, ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഈ രാത്രി ഈ വചനത്തെ ഒന്ന് ഹൃദയത്തിന്റെ മാംസപ്പലയൊന്ന് എഴുതിയിട്ടെ, എന്നിട്ടൊന്ന് പറഞ്ഞേ, പിശാചേ, നീ ദോഷത്തിലിട്ടത് അത് ഞങ്ങൾക്ക് ദോഷമായിട്ട് വരത്തില്ല, അത് ഞങ്ങൾക്ക് നന്മയായിട്ട് വരാൻ പോവുക. വിശുദ്ധ വേദപുസ്തകമായി ഞങ്ങളെ പഠിപ്പിക്കുന്നു, കർത്താവിന്റെ വായ്മൊഴിയാൽ വന്നതാണ്, അത് ഞങ്ങൾ ഏറ്റുപറയുക. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു രീതിയിൽ നീ യാത്ര ചെയ്യണമെങ്കിൽ നീ 70 സെലക്ട് ചെയ്യപ്പെടണം. 70 നീ ഒന്ന് എടുക്കപ്പെടണം. ആ ലിസ്റ്റിലേക്ക് നീ ഒന്ന് കയറിക്കൂടണം. നീ രാത്രി എത്ര പേർ താല്പര്യപ്പെടുന്നു? പറ, അപ്പച്ച, എനിക്ക് 12 ആയില്ലെങ്കിലും, എനിക്ക് പത്രോസ് ആയില്ലേലും, ലൂക്കോസ് ആയില്ലേലും, യോഹന്നാൻ ആയില്ലേലും, പൗലോസ് ആയില്ലേലും, ആരായില്ലെങ്കിലും ആ 70 എന്നെ ഒന്ന് കയറ്റണമെന്ന് എത്ര പേർ തീരുമാനിക്കും? ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ചു. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എത്ര പേർ താല്പര്യപ്പെടും? അപ്പൊ എനിക്ക് പേരല്ല വിഷയം, എന്റെ പേര് പൊങ്ങി വരുന്നതല്ല വിഷയം, എന്റെ പേര് പോസ്റ്ററിൽ അടിക്കുന്നതല്ല വിഷയം, ഞാൻ എവിടെയെങ്കിലും കിടന്ന് പ്രസംഗിക്കുന്നതല്ല വിഷയം. എന്നെ അപ്പച്ചനൊന്ന് സെലക്ട് ചെയ്യും. എത്ര പേർ തീരുമാനിക്കും? സെലക്ട് ആകാൻ താല്പര്യമുള്ളവർ സ്വർഗത്തിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ രാത്രി പറ, അപ്പ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണം, എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണമേ അപ്പ. നിനക്ക് കഴിവ് വേണ്ടെന്നേ. ആരാ നിന്നോട് കഴിവ് ചോദിച്ചത്? ആരാ നിന്നോട് കപ്പാസിറ്റി ചോദിച്ചത്? നിന്റെ കാലിബർ ആരാ ചോദിച്ചത്? നിന്റെ കുടുംബത്തിന്റെ മഹത്വം ആരാ നിന്നോട് ചോദിച്ചത്? യേശുപ്പത്തിനൊന്നും ചോദിച്ചില്ല. നിനക്ക് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടോ? പാട്ടുപാടാൻ കൃപയുണ്ടോ? വചനം വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടോ? BTH ഉണ്ടോ? MD ഉണ്ടോ? MTH ഉണ്ടോ? BD ഉണ്ടോ? ഒന്നും കർത്താവ് നിന്നോട് ചോദിച്ചില്ല. കർത്താവ് ചോദിക്കുന്നത് നിനക്ക് മനസ്സുണ്ടോ? ആ 70 കയറി നിൽക്കാൻ നിനക്ക് മനസ്സിലുണ്ടോ? കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ നല്ല രാത്രിക്കായി ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ഈ കൂടപ്പെട്ട ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി സെലക്ട് ആകാൻ തീരുമാനിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ജനത്തിനായി സ്തോത്രം. അഭിഷിക്തന്മാർ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹം എന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനം ഈ വ്യക്തികളെ, ഈ ഗ്രൂപ്പിനെ അങ്ങയുടെ ദാസനായ അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരനുഗ്രഹമായി പുറത്തു വരട്ടെ, സെലക്ട് ആക്കപ്പെട്ടവരായി പുറത്തു വരട്ടെ. അസാധാരണ വീര്യപ്രവൃത്തികൾ ഇവരിലൂടെ നടക്കപ്പെടും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.